നമുക്കെല്ലാവർക്കും അറിയാം വരുവാനായിട്ട് പോകുന്ന ISL സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡുറൻ കപ്പ് സീസൺ ആരംഭിക്കുന്നതായിരിക്കും. സോ അതിനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് നിലവിലുള്ളത്. കഴിഞ്ഞു പോയൊരു സീസണിൽ പറ്റിയ മിക്ക പിഴവുകളും മാറ്റിക്കൊണ്ട് തന്നെ വേണം ഈ വരുവാനായിട്ട് പോകുന്ന സീസണിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് തങ്ങളുടെ ഒരു മികച്ച ടീമിനെ ഇറക്കുവാനായിട്ട്. സോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു വാർത്ത നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത് വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് തന്നെയാണ്. അതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വിശ്വസിക്കുവാനായിട്ട് പറ്റിയത് തന്നെയാണ്. ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോറിൻ ക്ലബ്ബുമായിട്ട് ടൈപ്പ് ചെയ്യുവാനായിട്ടുള്ള അനൗൺസ്മെൻറ്റ് നടത്തുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറായി കഴിഞ്ഞു എന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. ഒരു ഫോറിൻ ക്ലബ്ബുമായിട്ട് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം കേരള ബ്ലാസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ ഗുണം ചെയ്യുമെന്ന് എടുത്തെടുത്ത് പറയേണ്ടതാണ്. നമ്മൾ പലപ്പോഴും കാണുന്നൊരു കാഴ്ചയാണ് മറ്റ് പല ഫോറിൻ ക്ലബ്ബുകളും, അതായത് പ്രീമിയർ ലീഗ്, ലാ ലീഗ അങ്ങനെ തുടങ്ങിയ പ്രീമിയർ ലീഗ്, ലാ ലീഗ, ഫ്രഞ്ച് കപ്പ് തുടങ്ങിയ അങ്ങനെ ഒരുപാട് ലീഗുകൾ, ലീഗ് 1 അങ്ങനെ തുടങ്ങിയ ഒരുപാട് ലീഗുകളുണ്ട്. സെറിയ എ എങ്ങനെ തുടങ്ങിയ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഫുട്ബോൾ ലീഗുകൾ ഒരുപാട് തന്നെ ഉണ്ട്. സോ ഇതുപോലുള്ള ലീഗുകളിൽ കളിക്കുന്ന ഓരോ ക്ലബ്ബുകളും, അതായത് ഫോറിൻ ക്ലബ്ബുകൾക്ക് ഇന്ത്യൻ ടീമുകളിൽ പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് തേടുന്ന അല്ലെങ്കിൽ ടൈപ്പ് ആവുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സും ആ ഒരു പാതയിലേക്ക് സഞ്ചരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ തന്നെ മാറുന്നൊരു കാഴ്ച ഒരു പക്ഷേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു ഫോറിൻ ക്ലബ്ബുമായിട്ട് ഒരു ടൈപ്പ് വരുന്നത്. സോ ഈ ഒരു വാർത്ത നിലവിൽ ഒരു ഒഫീഷ്യൽ സോഴ്സിൽ നിന്ന് വന്നതിനാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരുവാനായിട്ട് പോകുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് കൃത്യമായ കുറച്ച് നീക്കങ്ങൾ നിലവിൽ നടത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പല പുതിയ പാർട്ട്നേഴ്സിനെയും ടീമിലേക്ക് എത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുണ്ടായിരുന്നു. റിഹാബിറ്റേഷൻ പാർട്ണറായിട്ട് ആക്റ്റീവ് ബേസും അതുകൊണ്ട് തന്നെ അമേ ആത്രി തുടങ്ങിയ പ്രൊഫഷണൽസിനെ ടീമിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ നിലവിൽ ഈ ഒരു രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തീരുമാനമെടുക്കുന്നതെങ്കിൽ വരുവാനായിട്ട് പോകുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച ടീമിനെ പണിതുയർത്തുവാനായിട്ട് സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുമാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി ട്രോഫി നേടണമെങ്കിൽ വളരെയധികം മികച്ച ഒരു സ്ട്രക്ചറുള്ള ഒരു ടീമിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം കഴിഞ്ഞ സീസണിലെ ഡിഫൻസും എല്ലാ പൊസിഷനിലുമുള്ള മോശം പ്രകടനം കാഴ്ചവെച്ച താരങ്ങളൊക്കെ തന്നെയുണ്ട്. സോ അവർക്കെല്ലാവർക്കും ഒരു മികച്ച റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ അവരെക്കാൾ മികച്ചൊരു താരത്തെയോ ടീമിലേക്ക് എത്തിക്കണം എന്നുള്ളത് വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുമാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായിട്ടുള്ള അഡ്രിയാൻ ലൂണ വരുവാനായിട്ട് പോകുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുകയില്ല എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒഫീഷ്യൽ സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ പോലും ഈ ഒരു തീരുമാനം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അത് അഡ്രിയാൻ ലൂണയിൽ തന്നെയാണ്. അഡ്രിയാൻ ലൂണയുടെ ഡിസിഷൻ എന്താണോ അതനുസരിച്ചായിരിക്കും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിന്, അതായത് ക്ലബിന് ഇനി ഒന്നും ചെയ്യുവാനായിട്ടില്ല. അദ്ദേഹം തുടരുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷത്തെ കോൺട്രാക്റ്റ് കൂടി ബാക്കി അവശേഷിക്കുക, അദ്ദേഹം അത് കളിച്ച് തീർക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹം ഇനി ഇവിടെ തുടരണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ വരുവാനായിട്ട് പോകുന്ന സീസണിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ കാണില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ വരുവാനായിട്ട് പോകുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് വളരെ മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കം തന്നെയായിരുന്നു അമേ യാത്രി തുടങ്ങിയ പ്രൊഫഷണൽസിനെ ആദ്യം തന്നെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആക്റ്റീവ് ബേസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ണറുമായിട്ട്, അതായത് റീഹാബിറ്റേഷൻ പാർട്ണറുമായിട്ട് ലിങ്ക് ചെയ്തതും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സിന് വളരെയധികം ഗുണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ നിലവിലെ ഒരു ഫോറിൻ ക്ലബ്ബുമായിട്ടൊരു ടൈപ്പും കൂടി വന്നു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബിൻ്റെ തന്നെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ തന്നെ മാറുമെന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സോ എന്തൊക്കെ വന്നാലും വരുവാനായിട്ട് പോകുന്ന സീസണിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കിരീടം നേടുവാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.